നമ്മൾ ഓൾറെഡി MI10യുടെ അൺബോക്സിംഗ് വീഡിയോ നമ്മുടെ ചാനലിൽ കഴിഞ്ഞ 14-ാം തീയതി പോസ്റ്റ് ചെയ്തിരുന്നതാണ്. പക്ഷേ നമുക്ക് ആ സമയം വരെ യൂട്യൂബിൻ്റെ ഗിവ് അവേ പോളിസിയിൽ ചേഞ്ചസ് വന്നത് നമ്മളത്ര ശ്രദ്ധിച്ചിരുന്നില്ല. നമ്മുടെ മലയാളികളുടെ തന്നെ യൂട്യൂബ് ചാനൽസ് ടെർമിനേറ്റ് ആയി പോയിട്ടുണ്ട് ഗിവ് അവേ നടത്തിയിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആ വീഡിയോ നമ്മൾ റിമൂവ് ചെയ്തു. കാരണം നമ്മുടെ ചാനലും ടെർമിനേറ്റ് ചെയ്ത് പോകാനായിട്ടൊരു സാഹചര്യം നമ്മളായിട്ട് വരുത്തരുത് എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഗിവ് അവേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രൈസും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഗിവ് അവേയിൽ പങ്കെടുക്കേണ്ട രീതിയിൽ കുറച്ച് ചേഞ്ചസ് മാത്രമാണ് വരുത്തിയിരിക്കുന്നത്. അതായത് യൂട്യൂബിൻ്റെ നിലവിലുള്ള പോളിസിക്ക് ചേർന്ന രീതിയിൽ ഗിവ് അവേ നടത്താൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നിലവിൽ യൂട്യൂബ് പോളിസികളൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഗിവ് അവേകൾ നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കണം. ഷവോമി MI സീരീസിൽ അവരുടെ ഏറ്റവും വില കുറഞ്ഞ 5G ഡിവൈസ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ്. MI സീരീസിൽ 10i എന്ന മോഡലിലാണ് ഈ ഒരു 5G സേവനം കമ്പനി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 21,000 രൂപ ബഡ്ജറ്റിന് ഇറങ്ങിയിരിക്കുന്ന MI10യുടെ അൺബോക്സിംഗ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ വീഡിയോടൊപ്പം തന്നെ നമ്മുടെ ചാനലിലെ 18ാമത്തെ ഗിവ് അവേ നമ്മളിന്ന് ആരംഭിക്കുകയാണ്. ഈ ഗിവ് അവേയിൽ പങ്കെടുക്കാനായിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഗ്ലീം വെബ്സൈറ്റിൻ്റെ ഒരു ലിങ്കാണ്. അതിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതരം ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗിവ് അവേയിലൊക്കെ പങ്കെടുക്കാനായിട്ട് സാധിക്കും. ഈ ഗിവ് അവേയിൽ വിന്നർക്ക് ലഭിക്കുന്നത് OnePlus ഈ അടുത്ത് പുതിയതായിട്ട് ഇറക്കിയ OnePlus ബാൻഡ് ആയിരിക്കും സമ്മാനമായിട്ട് ലഭിക്കുക. നമ്മുടെ ചാനലിൽ 20,000 സബ്സ്ക്രൈബേഴ്സ് എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു ഗിവ് അവേയുടെ വിന്നറെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഗിവ് അവേയിൽ പങ്കെടുക്കണം, ചാനൽ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടും ഫാമിലിയിലുള്ളവരായിട്ടൊക്കെ ഒന്ന് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് MI10i അൺബോക്സ് ചെയ്യാം. MI10i എത്തിയിരിക്കുന്നത് ബ്ലാക്ക് കളർ ബോക്സിലാണ്. ഈ ഒരു ഡിവൈസിൻ്റെ പ്രധാന ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് 108 മെഗാപിക്സലിൻ്റെ റിയർ ക്യാമറ, സ്നാപ്ഡ്രാഗൺ 750G ചിപ്സെറ്റ് 5G ഇനാബിൾഡ് ഡിവൈസാണ്. 120 ഹെഡ്സിൻ്റെ റീഫ്രഷ് റേറ്റ് ആണ് ഇതിൻ്റെ ഡിസ്പ്ലേക്ക് നമുക്ക് ലഭിക്കുന്നത്. 4820 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും നമുക്ക് ബോക്സിൻ്റെ കൂടെ തന്നെ ലഭിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് 6GB റാം 128GB ഇൻറ്റേർണൽ വേരിയൻ്റ് ആണ്. അറ്റ്ലാന്റിക് ബ്ലൂ കളർ മോഡലാണ് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. ബോക്സിൻ്റെ കൂടെ നമുക്ക് സിം ഇജക്ടർ ടൂൾ, യൂസർ ഗൈഡ്, ഒരു സെമി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മൊബൈൽ കേസും നമുക്ക് ലഭിക്കുന്നുണ്ട്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു അട്രാക്റ്റീവ് ഡിസൈനാണ് നമുക്ക് MI10i ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നല്ല ഗ്ലോസി ഫിനിഷാണ് MI10i നമുക്ക് റിയർ സൈഡിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഫോണിൻ്റെ താഴെ ഇയർഫോൺ ജാക്ക്, ചാർജിംഗ് പോർട്ട്, സ്പീക്കർ ഗ്രിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. റൈറ്റ് സൈഡിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ, വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺസ്. ലെഫ്റ്റ് സൈഡിലാണ് സിം ഇജക്ടർ ട്രേ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡിവൈസിൻ്റെ വെയിറ്റ് കുറച്ച് കൂടുതലാണ്. 215 ഗ്രാമാണ് ഈ ഒരു ഡിവൈസിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. MI10i 4 ക്യാമറയാണ് റിയർ സൈഡിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. 108 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ, 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ്, 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസ്, 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് ക്യാമറയുമാണ് ഈ ഒരു ഡിവൈസിൽ നമുക്ക് ലഭിക്കുന്നത്. ഫ്രണ്ട് സൈഡിൽ 16 മെഗാപിക്സലിൻ്റെ ഒരു സിംഗിൾ ഷൂട്ടറാണ് കമ്പനി പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ബോക്സിൻ്റെ കൂടെ തന്നെ ഒരു 33 വോട്ടിൻ്റെ ചാർജർ ബ്രിക്കും USB Type-C കേബിളും ലഭിക്കുന്നുണ്ട്. നമ്മൾ മൊബൈൽ കേസിനകത്ത് ഈ ഒരു ഡിവൈസ് ഇട്ട് കഴിഞ്ഞാൽ പോലും നമുക്ക് ആ ബാക്ക് സൈഡിൽ അതിൻ്റെ ഒരു അട്രാക്റ്റീവ് ഡിസൈൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫോണിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് ആ ഒരു കേസ് ഇട്ടാലും നമുക്ക് ലഭിക്കും. ഒരുവിധം ക്വാളിറ്റിയുള്ള കേസ് തന്നെയാണ് നമുക്ക് ബോക്സിൻ്റെ കൂടെ ലഭിച്ചിരിക്കുന്നത്. നമുക്ക് 3 കളർ വേരിയൻസിൽ ഈ ഒരു ഡിവൈസിൽ ലഭിക്കുന്നുണ്ട്. പസഫിക് സൺറൈസ്, മിഡ് നൈറ്റ് ബ്ലാക്ക്, അറ്റ്ലാന്റിക് ബ്ലൂ. 6GB 64GBക്ക് 21,000 രൂപയാണ് പ്രൈസ് വരുന്നത്. പക്ഷെ നമുക്ക് നിലവിൽ അത് നമുക്ക് സെയിലിൽ അവൈലബിൾ അല്ല. 6GB റാം 128GB ഇൻറ്റേർണൽ സ്റ്റോറേജ് മോഡലിന് 22,000 രൂപയാണ് വില വരുന്നത്. 8GB റാം 128GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉള്ള വേരിയൻറ്റിന് 24,000 രൂപയാണ് പ്രൈസ് വരുന്നത്. ആമസോണിലാണ്
പ്രധാനമായിട്ടും സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഈ ഒരു ഡിവൈസിൻ്റെ സ്ക്രീൻ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഡിവൈസിൻ്റെ ഗ്രാഫിക്സ് പ്രോസസ്സർ എന്ന് പറയുന്നത് Adreno 619 ആണ്. അങ്ങനെ ഡിവൈസ് ഇവിടെ ഓണായി വന്നിരിക്കുകയാണ്. ഈ ഒരു ഡിവൈസിൻ്റെ സാർ വാല്യൂ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 0.867 ഹെഡ് വെയ്റ്റ്, ബോഡി വെയ്റ്റ് 0.825. നമുക്ക് ഫോണിൻ്റെ അബൌട്ട് ഫോൺ സെക്ഷനിൽ ഡീറ്റെയിൽസുകളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 128 GB ഇൻ്റർണൽ സ്റ്റോറേജിൽ 17.5 GB ഓൾറെഡി സിസ്റ്റം റിസർവ്ഡ് ആണ്. ആൻഡ്രോയിഡ് വേർഷൻ 10, ആൻഡ്രോയിഡ് സെക്യൂരിറ്റി പാച്ച് ലെവൽ 2020 November 1. ഇൻ്റർണൽ സ്റ്റോറേജിൽ നമുക്ക് 110 GB ആണ് ഏകദേശം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക. MI 10i നമുക്ക് ലഭിക്കുന്നത് 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ്. ഈ ഒരു ഡിവൈസിൻ്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നത് 84.61% ആണ്. MI 10i ഹൈബ്രിഡ് കാർഡ് സ്ലോട്ടാണ് വരുന്നത്. നമുക്ക് ഒരേ സമയം 2 കാർഡുകളാണ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഒന്നുകിൽ 2 സിം കാർഡ് ഒരുമിച്ച് നമുക്ക് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു മെമ്മറി കാർഡും ഒരു സിം കാർഡും നമുക്ക് ഒരേ സമയം യൂസ് ചെയ്യാം. നമുക്ക് ഒരുപാട് പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻസ് ഈ ഒരു ഡിവൈസിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഒരുവിധം ആപ്ലിക്കേഷൻസ് ഒക്കെ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ട് കിടക്കുന്ന ഇത്തരം ആപ്ലിക്കേഷൻസ് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് ഫോൺ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഇൻബിൽറ്റ് ക്യാമറ ആപ്ലിക്കേഷനിൽ തന്നെ പ്രോ മോഡ്, വീഡിയോ മോഡ്, ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡ്, നൈറ്റ് മോഡ്, 108 മെഗാപിക്സൽ മോഡ്, ഷോർട്ട് വീഡിയോ, പനോരമ, ഡോക്യുമെൻറ്റ്സ്, വ്ളോഗിംഗ്, സ്ലോ മോഷൻ, ടൈം ലാപ്സ്, ഡുവൽ വീഡിയോ, ഒരുപാട് ഫെസിലിറ്റീസ് നമുക്ക് ഇൻബിൽറ്റ് ക്യാമറ ആപ്ലിക്കേഷനിൽ തന്നെ അവൈലബിൾ ആണ്. ഫ്രണ്ട് ക്യാമറയിലും നമുക്ക് വീഡിയോ മോഡ്, ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡെല്ലാം അവൈലബിൾ ആണ്. ഈ ഒരു ഡിവൈസിൽ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്ത് 720 1080p വീഡിയോസ് മാക്സിമം 30 ഫ്രെയിം/സെക്കൻഡിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ റിയർ ക്യാമറയിലേക്ക് വരാണെങ്കിൽ 4K വീഡിയോ നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും 30 ഫ്രെയിം/സെക്കൻഡിൽ. 1080p വീഡിയോ നമുക്ക് മാക്സിമം 60 ഫ്രെയിം/സെക്കൻഡിലും റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ നമ്മൾ MI 10iയുടെ ക്യാമറ റിവ്യൂ, ഗെയിമിംഗ് റിവ്യൂ, സ്പീഡ് ടെസ്റ്റ്, മറ്റ് റിവ്യൂകളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.